रघुपति राघव राजा राम पतित पावन सीताराम. ഇന്ന് ജനുവരി 30. ഇന്നേക്ക് 78 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഒരക്രമിയുടെ വെടിയേറ്റ് പിടഞ്ഞു വീണത്. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന അക്രമിയുടെ പേര് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് നമുക്കറിയാം. അയാളുടെ ഉദ്ദേശ്യം ഒട്ടും തന്നെ വ്യക്തിപരമായിരുന്നില്ല. അയാൾ ഒരു വലിയ ആദർശത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അയാൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തെ ഗാന്ധിജി എതിർത്തു എന്നുള്ളതാണ് ഗാന്ധിജിയെ വധിക്കാൻ അയാൾ കാരണമായി പറഞ്ഞത്. ഗാന്ധിയുടെ ഘാതകന് നിയമ നടപടികളും വിചാരണയും നടത്തിയ ശേഷം വധശിക്ഷ ലഭിക്കുകയുണ്ടായി. എന്നാൽ ആ വ്യക്തി പ്രതിനിധാനം ചെയ്ത ഒരാശയമുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് അയാൾ മഹാത്മാഗാന്ധിയെ വധിച്ചത് എന്ന് അയാൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. നിയമ നടപടികളിലൂടെ നാം ആ ഘാതകന് അന്ത്യം വരുത്തിയെങ്കിലും അയാളുടെ ആശയം അവിടെ ശക്തമായും സജീവമായും നിലനിന്നിരുന്നു എന്നാണ് അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. നാം പിന്തുടർന്നു വരുന്ന രാഷ്ട്രീയ സങ്കല്പങ്ങൾ എത്രമാത്രം പ്രാകൃതവും പഴഞ്ചനും ജീർണവുമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഗാന്ധിജി എന്തുകൊണ്ടാണ് ഹിംസയെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്, അതായത് ഹിംസയിൽ നിന്ന് മുക്തമായ ഒരു രാഷ്ട്രീയത്തെ അദ്ദേഹം വിഭാവനം ചെയ്ത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ രാഷ്ട്രീയ സങ്കല്പങ്ങളിലുള്ള പ്രാകൃതത്വവും ജീർണതയും മനസ്സിലാവുകയുള്ളൂ. പുരാതന കാലം മുതൽക്കിങ്ങോട്ട് രാഷ്ട്രീയവും അധികാരവും കയ്യൂക്കുള്ളവന് സ്വന്തമാണ്. കയ്യൂക്കുള്ളവനെ അധികാരം പിടിച്ചെടുക്കാനാവുകയുള്ളൂ. കയ്യൂക്ക് കൊണ്ടേ അത് നിലനിർത്താനാവുകയുള്ളൂ. കയ്യൂക്ക് കൊണ്ട് മാത്രമേ അത് തുടരാനാവുകയുള്ളൂ. കയ്യൂക്കും ഹിംസയും തിന്മയും ഇവ കൂടിയെങ്കിലേ രാഷ്ട്രീയാധികാരം കയ്യിൽ ഒതുക്കാനാവുകയുള്ളൂ, അത് നിലനിർത്താനാവുകയുള്ളൂ, മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്ന ആ മൂഢമായ വികലമായ പ്രാകൃതമായ സങ്കല്പം ഇന്നും നിലനിൽക്കുകയാണ്. അതിനുദാഹരണമാണ് നമ്മുടെ ലോകത്ത്, ആധുനിക ലോകത്ത്, പുതിയ ലോകക്രമത്തിൽ പോലും മനുഷ്യൻ എത്രമേൽ പരിഷ്കൃതനാണെങ്കിലും ഇന്നും നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ നടപടിക്രമങ്ങൾ മുഴുവനായും ഹിംസയിലും കയ്യൂക്കിലും അധിഷ്ഠിതമാണെന്ന് കാണാം. രാഷ്ട്രീയം എന്നാൽ ശക്തി പ്രയോഗമാണ്, ശക്തി പ്രകടനമാണ്, ശക്തിയിലൂടെ ദുർബലനെ കീഴ്പ്പെടുത്തലാണ് എന്ന ഈ സങ്കല്പം അതിപുരാതന കാലം മുതൽക്ക് തന്നെ നിലനിന്ന് വരുന്നതാണ്. പക്ഷെ മനുഷ്യ നാഗരികതയിൽ, മനുഷ്യ സംസ്കാരത്തിൽ, അവൻ്റെ സാമൂഹ്യ ചിന്തകളിൽ നിരവധി പുരോഗതികൾ നാം കൈവരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഈ പ്രാകൃത സങ്കല്പം അതേപടി നിലനിന്ന് വരികയാണ്. ഇന്നും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ അക്രമങ്ങൾ ഇടം പിടിക്കാറുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ മാത്രം കഥയല്ല, ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ അധികാരങ്ങളിൽ ഏറുന്നതും അത് നിലനിർത്തപ്പെടുന്നതും മുന്നോട്ട് പോകുന്നതും മുഴുവനായും ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കാണാം. ബലത്തിൻ്റെ മാത്രം. ധാർമ്മികമായ മാനുഷികമായ പരിഗണനകൾക്ക് ഈ ബലാബലത്തിന് മുമ്പിൽ യാതൊരു ഇടവും ലഭിക്കാറില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്. അതായത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങളും ധാർമ്മികമായ ഒരു അടിത്തറയിലായിരിക്കണം പണിതുയർത്തേണ്ടത് എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ അഹിംസ സിദ്ധാന്തത്തിൻ്റെ കാതൽ. ഗാന്ധിജി വധിക്കപ്പെട്ടതോടുകൂടി നമുക്ക് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ചില അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ പുതുതായി വീണുകിട്ടി എന്നുള്ളതാണ് വാസ്തവം. അതായത്
ഗാന്ധിയുടെ ഗാന്ധി വധിക്കപ്പെട്ട ദിനം സ്മൃതി ദിനമായി ഇന്ത്യയൊട്ടുക്കും ആചരിച്ചു വരുന്നു. രക്തസാക്ഷി ദിനം എന്നാണ് അതിന് പറയപ്പെടുന്നത്. രക്തസാക്ഷി ദിനം പകൽ 11 മണിക്ക്, കാലത്ത് 11 മണിക്ക് 2 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു മൗനാചരണമാണ്. അതുകൂടാതെ രാജ്ഘട്ടിൽ ഗാന്ധിജിയുടെ അവശിഷ്ടങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവർ മറ്റു പ്രമുഖരും ഒരാചാരമെന്ന നിലക്ക് പുഷ്പചക്രം അർപ്പിച്ച് അദ്ദേഹത്തിന് ആദരവ് ചെലുത്താറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്റർനാഷണൽ നോൺ വയലൻസ് ഡേ ആയി UN ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു അനുഷ്ഠാന ആചാരക്രമം മാത്രമാണ്. പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ വികല സങ്കല്പങ്ങളിൽ നിന്നും നാം ഇനിയും മോചിതരായിട്ടില്ല. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് അതിന് നേരിയ തോതിലെങ്കിലും ഒരു മാറ്റം വരേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ലോകമെമ്പാടുമുള്ള മഹാഭൂരിപക്ഷം വരുന്ന ദുർബലരും അശരണരുമായ ജനങ്ങൾ സമാധാനമാണ് കാക്ഷിക്കുന്നത്. ഇനി സമാധാനത്തിന് വിഘ്നം വരുത്തുന്നവരും യഥാർത്ഥത്തിൽ കാക്ഷിക്കുന്നത് സമാധാനം തന്നെയാണ്. ഈ സമാധാനം കൈവരുന്നതാകട്ടെ ധാർമ്മികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തെ അത് സാധ്യമാവുകയുള്ളൂ. രാഷ്ട്രീയത്തെ ധാർമ്മികവൽക്കരിക്കുക, പവിത്രവൽക്കരിക്കുക, അതിനെ ആത്മീയവൽക്കരിക്കുക എന്നൊക്കെയാണ് ഗാന്ധിജി ഉത്ബോധനം ചെയ്തത്. അദ്ദേഹം മതത്തെ, വിശ്വാസങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ നാം ഇന്ന് കാണുന്ന മതരാഷ്ട്രീയത്തിന് വേണ്ടിയോ മതരാഷ്ട്രങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. പകരം രാഷ്ട്രീയത്തിൽ കേവല ഭൗതികതക്കപ്പുറം ധാർമ്മികവും ആത്മീയവുമായ ഒരടിത്തറയുടെ ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം. അതിലൂടെ നമുക്ക് ഹിംസയിൽ നിന്ന് വിമുക്തമാക്കാം രാഷ്ട്രീയത്തെ എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ ദൈവവിശ്വാസത്തെയും മതവിശ്വാസത്തെയും, അദ്ദേഹം കൃത്യമായ മതാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ഒരാളല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ആത്മീയതയിലും ദൈവത്തിലുമുണ്ടായിരുന്ന, മതത്തിലുമുണ്ടായിരുന്ന, മറ്റെല്ലാ തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളിലും ഉണ്ടായിരുന്ന പ്രതിബദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായും പ്രത്യക്ഷമായും തന്നെ. നമ്മുടെ പല രാഷ്ട്രീയക്കാരെ പോലെ ഓരോ വിശ്വാസിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ വിശ്വാസത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതി അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹം എല്ലാ വിശ്വാസങ്ങളെയും ഒന്നിച്ചു നിർത്തി, എല്ലാ വിശ്വാസങ്ങളെയും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചു കൂട്ടാനുള്ള, എല്ലാ വൈവിധ്യങ്ങളോടും കൂടി എല്ലാ ഡൈവേഴ്സിറ്റിയിലും യൂണിറ്റി കണ്ടെത്താൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു മഹാത്മാജി. അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയത് ഹിംസമുക്തമായ ഒരു രാഷ്ട്രീയം. അതാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ആത്മീയവാദിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അതുമായിരുന്നു. എങ്ങനെയാണ് ആത്മീയതയെ രാഷ്ട്രീയവുമായി സമന്വയിപ്പിക്കുക എന്ന പരീക്ഷണങ്ങളിലാണ് അദ്ദേഹം മിക്കവാറും എല്ലായ്പ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അത് പ്രാവർത്തികമാക്കി കാണിക്കാൻ കൂടെ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. ജനുവരി 30 ഇനിയും വരും. ഗാന്ധി സ്മൃതി ദിനങ്ങൾ ഇനിയും വരട്ടെ. ഗാന്ധിയെ സ്മൃതിയിലെങ്കിലും നമുക്ക് അദ്ദേഹത്തോട് കൂറുകാണിക്കാം, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടെങ്കിലും. ഏതായാലും നമ്മുടെ രാഷ്ട്രീയ സങ്കല്പങ്ങളിൽ കൃത്യമായ അഴിച്ചുപണികൾക്ക് ഈ ഓരോ ഗാന്ധി സ്മൃതി ദിനങ്ങളും നിമിത്തമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതായത് നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ മനുഷ്യത്വപരമാക്കാം. അതായത് ഹിംസയ്ക്ക് അതിൽ നിന്നുള്ള സ്ഥാനം പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തി നോക്കാം എന്ന് ഈ ചിന്തക്ക് വഴിവെച്ച നമ്മുടെ മഹാത്മാഗാന്ധി, മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്ര ശിരസ്കരാകാം.